ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മളിന്ന് വേറെ പുതിയൊരു കൂട്ടക്ഷരം പഠിക്കാൻ പോവുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളൊക്കെയാണ്, പക്ഷെ ആ വാക്കിൽ വരുന്ന കൂട്ടക്ഷരം ഏതാണെന്നോ അതെങ്ങനെ എഴുതണമെന്നോ നമുക്ക് അറിയണ്ടാവില്ല. അപ്പം അതൊന്ന് പഠിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെന്താ? ത് സ. അപ്പൊ എന്താ? ഇത്സ. ഉണ്ടാ? എന്താണ്? ത് സ. പക്ഷെ നമ്മൾ പറയുമ്പോ ഇത്സ. ഉണ്ടാ? ഇത്സ അങ്ങനെ പറയുള്ളൂ. മനസ്സിലായോ? കാരണം ഈ ചന്ദ്രക്കല വന്നപ്പോ ടീച്ചർ പറഞ്ഞില്ലേ, ചന്ദ്രക്കല വരുമ്പോ കംപ്ലീറ്റ് ആയ ഒരു ഇതല്ല അല്ലേ? ത് സ് ക് പ് ച് അല്ലേ? അതേസമയം ത ക ച പ അതൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ അല്ലേ? ചന്ദ്രക്കല വരുമ്പോ കംപ്ലീറ്റ് ആവണില്ല. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് ഇത്സ. എന്താണ്? ഇത്സ എന്ന് പറഞ്ഞേ. ഇത്സ, ഇത്സ. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതാം. ഇനി കൂട്ടി എഴുതിയാലോ? കിട്ടിയ? തായുടെ ഇവിടെ വരെ ഉള്ളൂ. ബാക്കി എന്താ നമ്മൾ എഴുതണേ? സായാണ് അല്ലേ? കണ്ട, സായാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചേ. താ എഴുതി. കണ്ടാ? താ ഇത്രയും എഴുതി. എന്നിട്ട് സായുടെ പകുതി കണ്ടാ? അപ്പൊ തായും എന്താണ്? സ. ഇങ്ങനെയാണ് കൂട്ടെഴുതുക. കിട്ടിയാ? താ ഇവിടം വരെ എഴുതിയിട്ട് എന്ത് ചെയ്യാ? സായി ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ എന്താ? സായി, തായുടെ പകുതിയും എഴുതി, സായിയുടെ പകുതിയും നമ്മൾ എഴുതി. അപ്പൊ എന്താ? ഇത്സ. എന്താണ്? ഇത്സ. ഓക്കെ, ത് സ. നോക്കിയേ, ഇത്സ. ഉണ്ടാ? എന്താണ്? ഇത്സ. നമുക്കിത് മാച്ച് കളയാം. നമ്മൾ ഓൾറെഡി ഇത് പഠിക്കുകയാണല്ലോ. അപ്പൊ മേലെ എഴുതിയത് വേണ്ട. അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പൊ നോക്കിയേ, ഇത്സ. എന്താണ്? ഇത്സ. ഫിഷ്. ഫിഷിന്റെ മലയാളം എന്താ? ഫിഷ്, മീൻ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയാ അല്ലേ? പക്ഷെ വേറൊരു പേരും കൂടെ ഉണ്ട്, മത്സ്യം. എന്താണ്? മത്സ്യം. എങ്ങനെ എഴുതുന്നു നോക്കാം. ഈ കൂട്ടക്ഷരം ഉപയോഗിച്ചിട്ടാണ് അത് എഴുതുന്നത്. നോക്കിയേ, മാ സ, മത്സ. ഇനി എന്താ നമ്മൾ ചെയ്യാം? യായുടെ ചിഹ്നം യ, മത്സ്യ. അപ്പൊ എന്താ? മത്സ്യ, മത്സ്യം. എന്താണ്? ഫിഷ്, മീൻ, മത്സ്യം. മനസ്സിലായോ? യെസ്. അടുത്തത് ഉ, ഉ, ഇത്സ, ഉ, ഇത്സ. എന്താ? ഉത്സ വ അം. അപ്പൊ എന്താ? ഉ ഇത്സ വം, ഉത്സവം. എന്താണ് ഉത്സവം? പൂരം. കേട്ടിട്ടുണ്ടോ? പൂരം എന്ന് കേട്ടിട്ടുണ്ടോ? ചെണ്ടയൊക്കെ കൊട്ടിയിട്ട് പൂരം അമ്പലങ്ങളിൽ. ഉത്സവം, അതാണ് ഇത്. ഉത്സവം, പൂരം, ഉത്സവം. മനസ്സിലായോ? അടുത്തത് എന്താണ്? മാ സ ര അം. എന്താണ്? മത്സരം, മത്സരം. എന്താണ് മത്സരം? ഓട്ട മത്സരം എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പറ്റീഷൻ അല്ലേ? നമ്മള് ഒരാളോട് മത്സരിക്കുകയാണ് അല്ലേ? ആരാ ജയിക്കണേന്ന് അറിയാൻ അല്ലേ? അപ്പൊ പലതരത്തിലുള്ള മത്സരങ്ങളുണ്ട് അല്ലേ? ഓട്ട മത്സരം, കഥ പറയൽ മത്സരം അല്ലേ? കവിത എഴുത്ത് മത്സരം അല്ലേ? എല്ലാം മത്സരമാണ്, കോമ്പറ്റീഷൻ. ആരാണ് ജയിക്കുന്നതെന്നുള്ളത്. അടുത്തത്
ചി കി ഇത്സ ഇത്സ ചികിത്സ. എന്താണ് ചികിത്സ? ചികിത്സ എന്ന് വെച്ചാൽ നമ്മളൊരാളെ ശുശ്രൂഷിക്കുക. രോഗം വന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അയാൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുക, ഡോക്ടറെ കാണിക്കുക, അല്ലേ? ചികിത്സ, ചികിത്സ കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് ചികിത്സ. ചി കി സ ചികിത്സ. അടുത്തത് ഉ സ ഉത്സ ആയുടെ ചിഹ്നം ഉത്സാ ഉത്സാ. ഉണ്ടോ? ഇതേതാണ്? ഈ അക്ഷരം ഏതാണ്? ഹ. ഏതാണ്? ഹ. ഇനി കൂട്ടി വായിച്ചേ. ഉ സ ഹ അം. അപ്പൊ എന്താ? ഉത്സാഹം. എന്താണ് ഉത്സാഹം? നമുക്കൊരു ഇൻട്രസ്റ്റ്, അല്ലേ? നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്, അല്ലേ? ഇതാണ് ഉത്സാഹം. പഠിക്കാൻ എന്ത് വേണം? ഉത്സാഹം വേണം. കളിക്കാൻ ഉത്സാഹം ഉള്ളതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും പഠിക്കാനും ഉത്സാഹം വേണം, താല്പര്യം വേണം, ഇൻട്രസ്റ്റ് വേണം. അതാണ് ഉത്സാഹം. ഇപ്പൊ നമ്മളിന്ന് പഠിച്ചത് ഇത്സ. ഏതൊക്കെ വാക്കുകളാണ്? മത്സ്യം, ഉത്സവം, മത്സരം, ചികിത്സ, ഉത്സാഹം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് വായിക്കുക, പഠിക്കുക. നന്ദി. ശുഭദിനം. ബൈ.